നഷ്ടം നീ നോക്കണ്ട, നഷ്ടം എനക്കല്ലേ, അത് സാരില്ല, നമുക്ക് കഷ്ടപ്പെടാം. നമ്മൾ മര്യാദക്ക് നമ്മൾ കറക്റ്റായിട്ടാ പോണെങ്കിൽ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും, അത്രേ ഉള്ളൂ. പാവം പൈച്ചാട്ടൻ അമ്മ അടുത്തെങ്കിൽ ഒരു പെണ്ണായി കൊടുക്കണമെന്ന് പെണ്ണ് പറഞ്ഞു കൊടുക്കണമെന്ന് അന്ന് ഇവള് പറഞ്ഞേ. ആണോ? അടിപൊളി. അത് അവസാനം ഇവളായി പോയി. ഉപദേശിച്ചതാ? അല്ല, ഒന്ന് ഇവളച്ഛനും മുത്തപ്പനൊക്കെ ഉണ്ട്. നമ്മള് കാഷ്വൽ സംസാരങ്ങളാണ്, വേറെ ഒന്നുമില്ല. നമ്മുടെ ആശയങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവല്ലോ എങ്ങനെ ചിന്താഗതി ഉള്ള ആളാണ്. ടൂറ് കഴിഞ്ഞ് വന്നപാട് ഞാൻ മൂത്തപ്പനോട് ഇവളെ മൂത്തപ്പനോട് വെച്ച് എനിക്ക് താല്പര്യമുണ്ട്, അതിനെന്താ വെച്ചു എന്നെ നമുക്കറിയാമല്ലോ, മനസ്സിലായതാണ്. 5 ദിവസം കൂടി ഉണ്ടായതല്ല, തീർത്ഥയാത്ര മുതലായി. ഈ തീർത്ഥയാത്രയിൽ ഭയങ്കര ഗൗണിച്ചല്ലേ, ഇവളെ കണ്ട് 2 ദിവസം കഴിയുമ്പോൾ ചെറിയ താല്പര്യം തോന്നി. ഇവളെ കണ്ടപാട് വേഗം പോയി ചോദിച്ചത് എന്താ നക്ഷത്രം എന്നാ ചോദിച്ചത്. അതെനിക്ക് പറ്റാത്ത കുറെ നക്ഷത്രമുണ്ട്. ആ സമയം പെണ്ണന്വേഷണ ടൈമാണ്, പെണ്ണും കിടപ്പില്ല. അപ്പോൾ ഇവളെ പൂരുട്ടാതി നക്ഷത്രമാണ്. അത് കേട്ടോടെ ഞാൻ അമ്മയിൽ ചോദിച്ചു, അമ്മ നക്ഷത്രം പൂരിട്ടത്ത് എനിക്ക് പറ്റുമെന്ന് നോക്കിയാട്ടെ. അമ്മ കള്ളാസ് എടുത്ത് നോക്കുമ്പോൾ പറ്റൂല, ആകെ നിരാശനായി പോയി. എന്നിട്ട് പിന്നെ വിട്ട്, പിന്നെ അങ്ങനെ നോക്കലില്ല, പിന്നെ നക്ഷത്രത്തിന് നോക്കിയില്ല, പിന്നെ ശ്രദ്ധിച്ചില്ല. പിന്നെ വന്നപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലപ്പോ അല്ല ഇവരെ വിളിച്ചങ്ങനെ സംസാരിച്ചപ്പോൾ പിന്നെ ജാതകത്തിൽ എന്തോ എന്നാ പാപദോഷം അല്ലേ, ചൊവ്വ. എനിക്ക് 8 ചൊവ്വ, ഇവക്ക് 7 ചൊവ്വ. അപ്പൊ അത് പറ്റുന്ന പറഞ്ഞിട്ട് അങ്ങനെ സൂട്ടാക്കി. ഓക്കെ. നമ്മുടെ വീട് താഴച്ചൊവ്വയുടെ അടുത്താണോ? എല്ലാം ചൊവ്വ ചുറ്റുമുണ്ട് നമ്മുടെ. എന്നാ പിന്നെ എന്തോ നോക്കാനാ, ഈ നക്ഷത്രത്തെ ചൊവ്വയെല്ലാം ഉണ്ടായത് എല്ലാം പെണ്ണാണ് മുമ്പിലെ തിരിയുന്നത്. ഞാൻ ഏതാണ്ട് 100 പെണ്ണ് കണ്ട് ആ സമയത്ത് ഒരു 2 മാസം കൊണ്ട്. അതിനുശേഷം അത് തീർത്ഥയാത്ര പോകുന്നു. ഇതോടുകൂടി കേരളത്തില് അല്ല കല്യാണം കഴിക്കാത്തവരൊക്കെ ഇന്ന് പോലെ തീർത്ഥയാത്ര പോകും. അതാരും പറഞ്ഞു നമ്മൾ ഇതുപോലെ പോട്ടെ, ഇതുപോലെ നല്ല ആൾക്കാരുള്ള കുട്ടീനെ കിട്ടില്ല. എന്തായാലും കൊള്ളാം. അല്ല, ഈ യാത്രയിൽ വെച്ചിട്ട് ഇഷ്ടപ്പെടാൻ മാത്രം എന്താണ് കണക്റ്റായ അത് കേക്കട്ടെ. ഒന്ന് സങ്കടം പറഞ്ഞായിരിക്കും, തുറന്നു പറഞ്ഞു. ഞാനത് 1-2 പറഞ്ഞു ബസ്സിൽ എനിക്ക് പെണ്ണ് കിട്ടാത്ത ഇടയ്ക്കിടയ്ക്ക് മൈക്കിൽ അത് അങ്ങോട്ട് നോക്കിയിട്ടാണോ പറഞ്ഞത്? കേറിയപ്പോ തന്നെ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല, അന്നേരം അങ്ങനെ സത്യം പറയണം. ഇല്ല, അതിനുശേഷം ഇങ്ങനെ കണ്ടൊരു ശ്രദ്ധ വരുമല്ലോ, തൊട്ടടുത്ത് തന്നെ അല്ല. വല്ലോടത്ത് ഇരിക്കാൻ പോയി മൂത്തപ്പനെ പിടിച്ചിരുത്തിയാണ് ഇവിടെ എല്ലാം കറക്റ്റ് വന്നിരുന്ന എല്ലാം ദൈവം കൂടെ നിന്നു. അല്ല, പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് എനിക്ക് മനസ്സിലായി. ബസ് ഇറങ്ങാൻ പോകുമ്പോൾ വെച്ചാല് ഞാൻ ഫസ്റ്റ് പെണ്ണ് കാണാൻ പോകുമ്പോ ഒരു ഫോട്ടോ കാണിച്ചു, ചൈനക്കാരിന്റെ പോലത്തെ ഫോട്ടോ ആയിരുന്നു. 10ാം ക്ലാസ്സിലെ കുട്ടീന്റെ. ഇതായിരുന്നു നമ്മളെ കമ്പലുള്ള ഒരു മരിച്ചൊരു മധുവേട്ടൻ, ഒരു ബ്രോക്കറാണ്. അതൊക്കെ നോക്കുമ്പോൾ ചൈനക്കാരൻ്റെ ഫോട്ടോ. ഞാൻ പറഞ്ഞാൽ അതാകെ ഒന്ന് വിളിച്ചോക്കാന്ന് വിളിക്കുമ്പോൾ വിളിച്ചൊക്കെ അഴീക്കോട് ഒരു വർക്ക്ഷോപ്പ് മുതലാളിന്റെ മോളാണ്. മലയാളിയാണ്, ചൈനക്കാരിലൊക്കെ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ ബസ്സിൽ നിന്ന് അപ്പോൾ അവരെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് വയസ്സ് എത്ര ചോദിച്ചു. അപ്പോൾ എനിക്ക് 30 വയസ്സാണ്, 29-30 വയസ്സ്. അപ്പോൾ എൻ്റെ മോക്ക് 20 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 10 വയസ്സ് ഗ്യാപ്പിലാവുകൊണ്ട് വേണ്ട എൻ്റെ ഒഴിവാക്കിയായിരുന്നു. അപ്പോൾ ഈ ബസ് ഇറങ്ങാൻ പോയി അച്ഛനെ പരിചയപ്പെട്ടോ മനസ്സിലായ ഞാൻ ഫസ്റ്റ് വിളിച്ചത് ഇവളായിരുന്നു. ചൈനക്കാരി ഫോട്ടോ സേവ്. ഞാൻ ഫസ്റ്റ് പെണ്ണാണ് ഫസ്റ്റ് പോയി വിളിച്ചത് ഇവളായിരുന്നു. പിന്നെ കുറേ 10-100 ആളെ കണ്ട് അവസാനം ബസ് വിളിച്ച ആൾക്ക് തന്നെ എത്തിയിരുന്നു. അത് ബസ് ഇറങ്ങുമ്പോൾ ഇവളെ അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരു സ്ഥലം ചോദിച്ചുമ്പോൾ ഇങ്ങനെ അഴീക്കോടാന്ന് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുന്നേ വിളിച്ചതെന്ന് ഓർമ്മയുണ്ട്. ഓ വൈജു വരുന്ന വിളിച്ചത്, ആ പ്രായം കൂടിയാള് ഞാൻ കഴിഞ്ഞിട്ടെ. മോളന്ന് പറഞ്ഞു 10 വയസ്സ് കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ മനസ്സിലെന്താ പറഞ്ഞു? അല്ല, മോളല്ല പറഞ്ഞ, അച്ഛനാ പറഞ്ഞ. ജസ്റ്റ് ഫോൺ കോൾ അച്ഛൻ പറഞ്ഞ് വയസ്സധികം അതുകൊണ്ട് നിങ്ങൾ കാണാൻ പറ്റണ്ടാവുന്നു. മോള് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതല്ല, അതിനുശേഷം പറഞ്ഞു അറിയില്ല. സത്യം പറ പറഞ്ഞോ? എന്തായാലും മറ്റേ അവിടുന്ന് ഇറങ്ങി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. പിന്നെ കല്യാണമായി. ഈ നമ്മൾ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ആളായി? അത് നമ്മൾ 2 വർഷമായാലും 2 വർഷമായിട്ടുള്ളൂ നമ്മൾ ഇങ്ങനൊരു. അപ്പം ഇതിൽ ആദ്യം താല്പര്യം കാണിച്ചതാരാ? സത്യം പറഞ്ഞാല് ഈ പണ്ട് ടിക്ടോക്ക് ഉള്ള സമയത്ത് ഇവളെ കൊണ്ടായിരുന്നു ഭയങ്കര ശല്യം. ഇവള് ഈ ടിക്ടോക്ക് ബാബാജോട്ടെ ഇങ്ങനെ അനക്കാതെ ചുണ്ടടക്കാമെല്ലാം പറ്റി പറയും. എനിക്ക് അങ്ങനെ അഭിനയം എന്ന് പറഞ്ഞ സംഭവം അറിയില്ല, ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത കേസായിരുന്നു, അറിയില്ലായിരുന്നു സംസാരിക്കാമെന്നും. ഇവളൊരു ഇങ്ങനെ വായനൊക്കെ ഞാൻ ശ്രമിച്ചാവുന്നില്ല, അതങ്ങ് പൂട്ടിയേ. പിന്നെ ചുമ്മാ നമ്മളിങ്ങനെ അനക്കിങ്ങനെ എന്തോ വീഡിയോയിൽ എടുത്തെടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് തുടങ്ങിയ ശേഷം പിന്നെ ചുമ്മാ ഒരു ദിവസം വെറുതെ നമ്മൾ അഭിനയിച്ച് തുടങ്ങിയിരുന്നല്ലേ. ഇവളെ വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആക്കി നോക്കുമ്പോൾ അത് കുറേ ആൾ കണ്ട്. പിന്നെ ഇതിൽ എനിക്കൊരു താല്പര്യം തോന്നി. പിന്നെ നമ്മള് ഇത് തന്നെ മെയിനാക്കി. പിന്നെ ഞാനിവക്ക് വലിയ ശല്യായി. ഞാൻ കണ്ടിട്ട് അഭിനയിക്കും, ജീവിക്കാൻ വേണ്ടി അങ്ങ് നടനായി. അങ്ങനെ തുടങ്ങിയതാണ് സംഗതി. ഓക്കെ. ഇതിന് കൂടെ നമ്മുടെ ഇനി കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ 3 പേര് ഇവിടെ ഒരു സൈഡ് തകർക്കുന്നുണ്ട്. അപ്പുറം
ഈ വീഡിയോ എടുക്കാൻ ഇവരും ഓക്കെയാണ്, ഇഷ്ടമാണ്. സോപ്പിട്ട് മുട്ടായാലും വാങ്ങി തരാൻ വേണ്ടി ഇരുത്തണം. അങ്ങനെയാണ് കൊണ്ടുവരണേ. അല്ലെ മോള് ചെറിയ മോള് അച്ചുവിട്ടൻ ഓള് വന്നിട്ട് വരും പപ്പ എനിക്ക് താല്പര്യം. മറ്റവരൊക്കെ ഞങ്ങൾക്ക് വെച്ചില്ല, ശല്യം ഇവരെ കൊണ്ടൊന്നൊക്കെ. പക്ഷെ നടുക്കത്താള് നല്ലോണം അഭിനയിക്കുമായിരുന്നു. പക്ഷെങ്കില് ഓക്ക് വീഡിയോയിൽ നിൽക്കാൻ വേണ്ടി താല്പര്യമില്ല, പക്ഷെ നല്ലോണം അഭിനയിക്കും. എന്തായാലും കൊള്ളാം. എല്ലാം എന്തായാലും പരിപാടികളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു സിനിമയിലേക്ക് ഒരു ദിവസം വിളിക്കുകയാണെങ്കിൽ പോകും. വിളിച്ചു നോക്ക്, കാണിച്ചു എപ്പോ എത്തിയെന്ന് വെച്ചാൽ മതി. എന്തായാലും ചെയ്ത റീലുകളിൽ എല്ലാം ആരെങ്കിലും കണ്ടിട്ട്, നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു സ്വഭാവം കണ്ടിട്ട് ഒരു റീൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന എവിടെയെങ്കിലും ഒരു സംഭവം, റിയൽ ആയിട്ട് നടക്കുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ കടയിലുണ്ടായൊരു സംഭവമാണ്, അതേപോലെ അങ്ങനത്തെ ഒരു നാട്ടിൽ നടക്കുന്ന സംഭവം സത്യം പോലെ ഞാനൊന്നും അറിയില്ല. കാരണം ഞാൻ വീട് വിട്ട ഷോപ്പ് വിട്ട വീടാ. ഷോപ്പിലുള്ള സംഭവങ്ങൾ എനിക്ക് ചുറ്റും കാണുന്ന സംഭവങ്ങളായിരിക്കും കണ്ടന്റ്. അങ്ങനെ മറ്റുള്ള കേസുകളെടുത്ത് ഞാൻ കണ്ടന്റ് ആക്കൽ കുറവാണ്. നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ഒരാളുടെ കഥ പറഞ്ഞില്ലേ, അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ ആരെങ്കിലും ഇതേപോലത്തെ സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും വരുത്തില്ല. എനിക്ക് ഇതൊരിക്കലും ഉണ്ടല്ലോ തലേന്ന് പ്ലാൻ ചെയ്യുന്ന സംഭവം ഒന്നല്ല. ഇത് സ്പോട്ട് തോന്നുമ്പോ എന്നൊരു തുടങ്ങി നോക്കും, എന്നൊരു ഇതിന്റെ ക്ലൈമാക്സ് എനക്കും അറിയില്ല. തീരുമാനം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് എനക്കും അറിയില്ല, അഭിനയിക്കുന്ന സെയിൽസ്മാൻമാർക്കും അറിയില്ല. അവര് സംസാരിച്ച് അവര് എന്തായാലും എൻഡിങ് ഞാൻ എനക്കും അറിയില്ല, നോക്കി എടുത്ത് നോക്കാം. അങ്ങനെ എവിടെയും കൂടി ഇടിച്ചു നിർത്തും, ലാസ്റ്റ് നിർത്തും. അതിപ്പോ വീട്ടിൽ നിന്നാലും അങ്ങനെ. ശ്രുതിയോട് ഞാൻ ഇറങ്ങാൻ പോകുമ്പോൾ ശ്രുതി ഒന്ന് ക്യാമറ ഓടിക്കും. ഞാൻ ഇറങ്ങാൻ പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. പിന്നെ ഇവള് പറഞ്ഞ് പിന്നെ അതില് പിന്നെ അടിപൊളി. എന്തായാലും കൊള്ളാം. പാട്ട് പറഞ്ഞാരോ ഇതില്? പാട്ട് ഇത് ഇവളൊന്നും മറ്റേ എപ്പോഴേലും പാടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവള് പാടും, മറ്റേ പോപ്പ് മ്യൂസിക് പാടും പോലെ ഏത് പാട്ടും പാടും. ആണോ? എല്ലാം പാടും. സംസാരം ഒരു സ്ലാങ്. ഇത് ഏത് റാപ്പാന്ന് ചോദിക്കുമ്പോ റാപ്പല്ല, ഇത് എന്റെ ടോണാണെന്ന്. അത് ഇവളെ വീഡിയോയിൽ തന്നെ കുറെ ചോദിച്ചത്, ഭാര്യക്ക് വൈഫിന് മലയാളം ശരിക്കും അറിയില്ല. ഒന്നാമത് ഒരു ബംഗാളി ലുക്ക് പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. ചിലരെങ്കിലും പറയും അല്ലെ ഫിലിപ്പൈൻ അല്ലെ, അങ്ങനെ എന്തോ പറഞ്ഞില്ലേ ഇത് കമന്റില്. സംസാരത്തിലും ഇത് വരുമ്പോ പറയാ അല്ലെ ചെറിയൊരു. എനിക്കല്ല ഫസ്റ്റ് കണ്ട ഒരു ചൈനക്കാരിനെ പോലുള്ള ഫോട്ടോ ഇല്ലേ, ആ ഫോട്ടോ അത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? കേറി കളിച്ചത് അത് എന്താ മനസ്സിലാവില്ല. അത് കേട്ടിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചാ നേരെ കാണുമ്പോ അത് പറയും. അതല്ല 10 വയസ്സിൽ കൂടുതലുള്ള വേണ്ട പറഞ്ഞപ്പോ സമാധാനം, ഞാൻ വേറെ നോക്കിക്കോളാം. നേരിട്ട് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായത്. ഈ അന്നത്തെ ട്രിപ്പിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഹുക്കായിട്ടുണ്ടാവും എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, മിക്ക സമയത്തും ഒന്നിച്ചുണ്ടാവും അല്ലേ. ഒന്നിക്കൽ ഇവളെന്റെ ബാക്കിലുണ്ടാവും, അല്ലെ ഞാൻ ഇവള്. എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചു നീ മിക്കവാറും എന്റെ ബാക്കിൽ തന്നെ ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കൂ. ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, എല്ലാരും ഒന്നിച്ചില്ലേ ട്രിപ്പ് പോകുന്നത്. പക്ഷെങ്കിൽ നമ്മള് കയറുന്നിടത്ത് എപ്പെങ്കിലും എന്റെ മുന്നിലോ ബാക്കിലോ ആയിട്ടുണ്ടാവും. അന്ന് ആ ട്രിപ്പ് ഒന്നും എല്ലാരും പറയണം. ഇവള് മുന്നിലേ ഞാൻ ഉണ്ടാവില്ല കൂടുതലും. അപ്പൊ ഇവളെന്റെ ബാക്കിൽ വരുന്ന ആ സമയത്ത് കൂടുതലും നമ്മളായിരിക്കും ഇടയ്ക്ക് കണ്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കട്ടെ. അല്ല എന്താന്നറിയില്ല, രണ്ടാൾ കറക്റ്റ് ആയിരുന്നു. ഒരു അമ്പലം, ഒരു ഇടുങ്ങിയ അമ്പലത്തിനുള്ളിൽ നമ്മൾ ഒരുമിച്ച് കയറിയിരുന്നു. അപ്പൊ എന്നേരെ ഞാൻ ആർന്നിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശ്വരാ ഇവിടെ തന്നെ കിട്ടണമെന്നും പറ്റി. ആർന്നൊരു കുറിയും കിട്ടീനെ. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ പോകുമ്പോൾ ഇതവിടെ പിടിച്ചവർ ഇവിടെ കയ്യിൽ കൊടുത്തിന്. ഇതൊന്ന് കൊടുത്ത് എന്തോ തോന്നി കൊടുത്ത്. ഇനി അവിടെ നിന്നുള്ള പ്രാർത്ഥന എന്നറിയില്ല, കറക്റ്റ് ഏതാ അമ്പലം അതൊന്നും ഓർമ്മയില്ല കേട്ടാ. ഏതോ അവിടെ കർണാടകയിലാണല്ലോ ഏതോ ഒരു അമ്പലം. സുഹൃത്തുക്കളെ, കർണാടകയിൽ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട്, വേഗം പോയിക്കോ. പെണ്ണ് കിട്ടാത്ത എല്ലാരും പോയിക്കോ. ഒരു ഗുഹ പോലത്തെ അല്ലേ, കുറച്ചാൾക്കേ കയറാൻ പാടുള്ളൂ. കർണാടക ഗുഹാക്ഷേത്രം ഇരിക്കട്ടെ. എന്തായാലും നമ്മുടെ അത് ശരിക്കും അന്നും ഇതുപോലെ തീർത്ഥാടന യാത്രകളൊക്കെ അത് കൂടുതൽ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും കയറുന്നത്. ഇന്നിപ്പോ ട്രെൻഡാണ് സ്ട്രേഞ്ചേഴ്സ് ടൂറും പരിപാടികളൊക്കെ. അതെ, കുറെ ആളെ പരിചയപ്പെടാം അങ്ങനെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ടൂറ് അറേഞ്ച് ചെയ്തെന്ന് ആരാന്ന് പറഞ്ഞേ? പാർത്ഥസാരഥി. അവരിപ്പം വലിയ ടൂറൊക്കെ ഉണ്ട്. കൈലാസത്തിലൊക്കെ 4 ബസ്സൊക്കെ ആയിട്ട് പോവാ. നല്ല എങ്ങനെ പോവാണ്ടിരിക്കണേ, ഇതേപോലെ അല്ലേ ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടണേ. എല്ലാവർക്കും ഉണ്ടോന്നറിയില്ല. എന്തായാലും ഇരിക്കട്ടെ, നിങ്ങൾ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കണം ഇവർ രണ്ടുപേരും. എനിക്ക് അത്രയും പറയാനുള്ളൂ.